സാംസങ്ങിന്റെ സാംസങ് W25 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് W25 എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൾഡബിൾ ഫോണാണ്, 2 ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പം ഉള്ളിൽ 8 ഇഞ്ചിന്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. qxga+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റീഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതിൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നത് 2600 നിറ്റ്സ് ആണ്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് 6.5 ഇഞ്ചിന്റെ ഒരു HD+ ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റീഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2600 നിറ്റ്സ് ആണ്. കൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 255 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 10.6 mm ആണ്. ഫോൺ ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത്, ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് 4.9 mm മാത്രമേ വരുന്നുള്ളൂ. IP48 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ അല്ലെങ്കിലും തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 16 GB റാമും 512 GB ഇന്റേണലും ആണ് വരുന്നത്. 16 GB റാമും 1 TB ഇന്റേണലും ആയിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 200 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് 12 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. മൂന്നാമത് 10 MP ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേയിൽ 10 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളിൽ 4 MP f1.8 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇത് അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 4400 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 15,999 യുവാൻ എന്ന പ്രൈസിംഗിലാണ്. അതായത് 1,89,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ Z Fold 6 എന്ന ഫോൺ അവൈലബിൾ ആണ്. ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ഇപ്പം മെയിൻ ഡിസ്പ്ലേയുടെ സൈസ് ഇത്രയും വരുന്നില്ല, കുറച്ചൊന്ന് കുറവാണ്. അതുപോലെ തന്നെ 50 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ഇനി സെപ്പറേറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യില്ല. മിക്കവാറും Z Fold 6 മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ട് വരിക. പിന്നെ ആ ഒരു ഫോൺ നമുക്ക് 1,45,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോൺ അവൈലബിൾ ആണ്. എന്തായാലും മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യില്ല. ഇപ്പം സാംസങ്ങിന്റെ W25 എന്നുള്ള പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.